തുടരും. ഈ സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പ് താങ്ക്സ് പറയേണ്ട ഒരു വ്യക്തിയുണ്ട്, ദ ഡയറക്ടർ തരുൺ മൂർത്തി. ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മൾ കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്ന നമ്മളുടെ ഓജസ്സും തേജസ്സുമുള്ള ഒരു ലാലേട്ടനെ നമുക്ക് തിരിച്ചു തന്നതിന്. ഫൈനലി ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പണ്ട് ശ്രീകുമാർ മേനോൻ പറഞ്ഞ പോലെ നെഞ്ചും വിരിച്ച് അഭിമാനത്തോടുകൂടി പഴയ ലാലേട്ടനെ കണ്ട ആ ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റിയതിന്, ഒരു ഫാൻ ബോയ് എങ്ങനെയാണ് സിനിമ എടുക്കേണ്ടതെന്ന് കാണിച്ചു തന്നതിന്, നമ്മൾക്ക് എങ്ങനെയാണോ ലാലേട്ടനെ കാണുന്നത് അത് ആ ഒരു സ്ക്രീനിൽ 2-2.25 മണിക്കൂർ കാണിച്ചു തന്നതിന് എല്ലാത്തിനും ഒരുപാട് നന്ദി. എത്ര നന്ദി പറഞ്ഞാലും തീരില്ലെന്നറിയാം. തുടരും എന്ന് പറയുന്ന സിനിമ നമ്മൾ റീസെൻ്റ്ലി കണ്ടിട്ടുള്ള മോഹൻലാൽ സിനിമ പോലെയല്ല, എൻ്റയർലി ഡിഫറൻ്റ് ആണ്. നമുക്ക് എവിടേക്കോ ആ ഒരു പഴയ ലാലേട്ടൻ ഈ സിനിമയിൽ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. കാരണം കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന, തോളി ചേച്ച് നടക്കുന്ന ആ ഒരു ലാലേട്ടൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആ ഒരു ലാലേട്ടൻ്റെ സിനിമ കണ്ടതിന് ശേഷം ഇങ്ങനെ അഭിമാനത്തോടു കൂടി തിയേറ്ററിൽ ഇറങ്ങി വന്ന ലൂസിഫർ വേറൊരു റേഞ്ച് സിനിമയായിരുന്നു. അതിൽ ആ ഒരു പഴയ ലാലേട്ടനൊന്നും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് വേറെ ഒരു രീതിയിലുള്ള പടമാണെന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള ഒരു കിടിലൻ ത്രില്ലർ. ദൃശ്യം മോഡൽ സിനിമ എന്നൊന്നും ഇതിനെ പറയാനൊന്നും പറ്റില്ല. ദൃശ്യം പോലെയല്ല ഈ സിനിമ പോകുന്നത്. ഈ ഒരു സിനിമയുടെ എടുത്തു പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ സിനിമാറ്റോഗ്രഫി എടുത്ത് പറയണം. ഇതിനകത്തെ സ്റ്റോറി അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം. പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടനെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളൊരു രീതിയുണ്ട്. പിന്നെ ആ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്, ആ ഒരു സിനിമയിലെ ടെൻഷൻ ബിൽഡ് ചെയ്ത് ഇങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ നമ്മളെ കൊണ്ടുവരുന്നത്, നമുക്ക് അഡ്രിനാലിൻ റഷ് തരുന്നതും അതെല്ലാം ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ് ഈ ഒരു സിനിമയിൽ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് ഇങ്ങനെ ഫുൾ സാറ്റിസ്ഫാക്ഷനോട് ഇറങ്ങി. അതായത് നമുക്കൊന്നും ചിന്തിക്കേണ്ട സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അത്രയും ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഒരു മോഹൻലാൽ സിനിമ കണ്ടിട്ട് നമുക്കിതായിരുന്നു വേണ്ടത്, ഇത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ ഇറങ്ങി വരാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് തുടരും എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തത്. യൂഷ്വലി നമ്മളുടെ ഇടയിൽ നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള ഒരുപാട് പെട്ടെന്ന് കണ്ടിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ ഒരു പ്രശ്നത്തെ ബേസ് ചെയ്തിട്ട് ആണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി പോകുന്നത്. പക്ഷെ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമുണ്ട്. ആ ഒരു സിനിമയുടെ ആദ്യത്തെ ഒരു 20-25-30 അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം സിനിമ പോകുന്നത് ഭയങ്കര തമാശ നിറഞ്ഞ ഒരു കളിയും ചിരിയുമൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ ഈ സിനിമയുടെ ഒരു ലെങ്തേ മാറുന്നു, പെട്ടെന്നാണ് ആ ഒരു ട്രാൻസിഷൻ വരുന്നത്, സിനിമയുടെ ഒരു പോക്ക് മാറുന്നതും ആ ഒരു ക്യാരക്ടർ ഒരു രക്ഷയിലോട്ടോ ക്യാരക്ടർ മാറി ആ ഒരു ക്യാരക്ടറിൻ്റെ ട്രാൻസിഷനൊക്കെ ഭയങ്കര രസമാണ്. ലാലേട്ടൻ ആ ഒരു പീക്കിലേക്ക് പോകുന്നതൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഡയറക്ടർ ബ്രില്യൻസ്, പിന്നെ ലാലേട്ടനെ മറ്റേ കട്ട് പറയാൻ മറന്നു പോകുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പറയില്ല, അതൊക്കെ ഉള്ള കൂടെ അഭിനയിച്ചിരിക്കുന്നവരും പ്രത്യേകിച്ച് ഇതിനകത്ത് വില്ലൻ ചെയ്തിരിക്കുന്നവർ ആ ഒരു ക്യാരക്ടർ ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടറാണ്. അത് അതേപോലെ പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ സിനിമയുടെ സ്റ്റോറി പീരീഡും കൂടുതലായിട്ട് പറയുന്നില്ല, അത് ഭയങ്കര സ്പോയിലറായി പോകും. നിങ്ങൾ പ്രത്യേകിച്ച് സിനിമയുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ നിങ്ങൾ പോയി കാണുന്നതായിരിക്കും ഈ സിനിമയുടെ ഒരു ഫുൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും അറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എക്സ്പെക്റ്റ് ചെയ്യും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒന്നും ഇല്ല, ഒരു തുറന്ന പുസ്തകം അല്ലെങ്കിൽ ബ്ലാങ്ക് ബുക്കായിട്ട് പോവുക, ബ്ലാങ്ക് ക്യാൻവാസായിട്ട് പോവുക, ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് എനിക്ക് സിനിമയെ പറ്റിയിട്ട് പറയാനുള്ളത്. എന്തായാലും കണ്ടു നോക്കുക, തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഒരു സിനിമ. ഇത് വേറെ റേഞ്ചിലേക്ക് പോകുന്നൊരു സിനിമയാണെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ കണ്ടിട്ട് ഒപ്പീനിയൻസ് പറയാം.